ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ട് കുറേ ഭാഗങ്ങളൊക്കെ കേട്ടു. ഞാൻ മുഴുവൻ അനലൈസ് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതിക്കാരികളെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ പാടില്ല. കാരണം അത് കോടതിയിൽ കിടക്കുന്ന കേസുകളെ കുറിച്ചിട്ട് ഒരിക്കലും ഒരു കുറ്റാരോപിതൻ ഒരിക്കലും വന്ന് പറയാൻ പാടില്ല എന്നുള്ളൊരു സാഹചര്യം കൊണ്ട് തന്നെ പരാതിക്കാരികളുടെ ഒരു കാര്യങ്ങളും മറ്റൊന്നും പറഞ്ഞിട്ടില്ല, അധികം പറഞ്ഞിട്ടില്ല. കാരണം അത് പല ആൾക്കാരും പറയുന്നുണ്ട് അതിൽ നിന്ന് വഴുതി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഹാഷ്മി ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് വഴുതി മാറിയിരുന്നു. അതിന്റെ കാരണം നിയമ അവബോധമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ അത് പറയുന്നത്. കാരണം നിയമത്തിന്റെ അവബോധമുള്ളവർ ഒരിക്കലും പറയില്ല. കാരണം നിയമപരമായിട്ട് ഒരു കേസ് കോടതിയിൽ കിടക്കുകയാണെങ്കിൽ അതിൽ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ ഒരിക്കലും വാദിയുടെ യാതൊരു കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള കേസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് സംസാരിക്കാൻ പാടില്ല. അത് കണ്ടംപ്റ്റ് ഓഫ് കോടതി അലക്ഷ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. അതുകൊണ്ട് അത് സംസാരിക്കാത്തത് കൊണ്ട് തെറ്റുകാരനാണോ അല്ലെങ്കിൽ തെറ്റുകാരനാവാം എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ അസംഷൻസ് ആണല്ലോ കൂടുതൽ, ഊഹാപോഹങ്ങൾ. ആ ഊഹാപോഹങ്ങളും കയ്യിൽ വെച്ചേരെ. ഓക്കെ, അപ്പൊ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിയമപരമായിട്ട് പരാതി ഉന്നയിക്കാത്ത കുറെ സ്ത്രീകൾ വന്നിട്ട് മാധ്യമങ്ങൾ വഴി എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇതുവരെ ആരും അറിയപ്പെടാതെ കിടന്നവർ അറിയപ്പെടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി ബിഹേവ് ചെയ്തെന്നും ഇയാളൊരു മോശം ക്യാരക്ടറാണെന്നും ഇയാളൊരു സ്ത്രീലമ്പടനാണെന്നും ഇയാളൊരു സെക്ഷൽ പോവർട്ടാണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ വേണ്ടി കുറെ സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു. മുഖ്യധാര മാധ്യമങ്ങൾ കൂടിയും സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ കൂടിയും ഓൺലൈൻ മാധ്യമങ്ങൾ കൂടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. കാരണം അല്ലാതെ ഇവരെയൊന്നും നമുക്കറിയത്തില്ല, നമ്മൾ ഇവരെ ആരെയും കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിന് ശേഷം ഞാൻ സംസാരിക്കാൻ ഗൈസ്, കേക്ക് നിങ്ങളൊന്ന്. എന്നെ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസാണ്. ഷഹനാസിന്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിന്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു, ഡൽഹിയിലേക്ക് ക്ഷണിച്ചു. ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിന്റെ ആരോപണം. ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറംലോകത്തേക്ക് വിടട്ടെ. അപ്പൊ ഞാൻ വിടുമ്പോഴല്ലേ ഉള്ളൂ അങ്ങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത്. താങ്കൾ എടുത്ത് പരിശോധിക്കൂ, ഞാൻ തയ്യാറാണെന്നേ. ഞാൻ ഇങ്ങനെ ക്ലാരിറ്റി വരുത്തുന്നത് ഇപ്പൊ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുന്ന റിസർവേഷൻസ് ഉണ്ട്. കേസില്ലാതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഇതിനപ്പുറം ഞാൻ എങ്ങനെയാ പറയണ്ടേ? ഞാൻ ചോദിക്കുന്നു. ഞാനൊന്ന് പറയട്ടെ, പുറത്തുവിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ്. വേണ്ട, ഷഹനാസ് തന്നെ കാണിക്കട്ടെ. ഇനി താങ്കളുടെ ചോദ്യം, താങ്കൾ എന്താ പറഞ്ഞത്? ഷാഫി പറമ്പിലിനോട് എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുതെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഷാഫി പറമ്പിലും ശ്രീമതി ഷഹനാസും പറയേണ്ടുന്ന കാര്യമാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നേർന്നിട്ടുള്ള ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഒരു ഭാരവാഹിയെ പറ്റി എന്നോട് സൂചിപ്പിച്ച ഷഹനാസാണ്. ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല, ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എന്റെ സുഹൃത്താണ്. ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പൂർത്തീകരിക്കട്ടെ. ഹാഷ്മിക്ക് സഹിക്കാൻ വയ്യ കേട്ടോ. ഷഹനാസ് പാർട്ടിക്ക് പരിപാടിക്ക് വേണ്ടി വിളിച്ചതല്ലെന്ന്. അപ്പൊ ഇവർക്കൊക്കെ ഈ പരാതി പറയുന്നവർക്കും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എന്തും പറയാം. ഈ പരാതി ആരുടെ മേലാണോ ആരോപിക്കപ്പെടുന്നത് അവർക്ക് മറുപടി പറയാൻ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭാഗം ഒന്ന് പറയാനുള്ള സാവകാശം പോലും കൊടുക്കാനുള്ള സഹിഷ്ണുത കാണിക്കുന്നില്ല. അസഹിഷ്ണുത ആണ്. പത്രക്കാർക്കായാലും മറ്റുള്ള ആൾക്കാർക്കായാലും ഇന്റർവ്യൂ ചെയ്യുന്നവർക്കായാലും പോലീസുകാർക്കായാലും രാഷ്ട്രീയപരമായിട്ട് പാർട്ടിക്കാർക്കായാലും എല്ലാം അസഹിഷ്ണുത ാണ്. ഒരുത്തനെ ഒരു ആരോപിക്കപ്പെട്ട ഒരുത്തന് അവന്റെ ഭാഗം ഒന്ന് പറയാനുള്ള ഒരു അവസരം കൊടുക്കുക ഹാഷ്മി. അപ്പൊ ഹാഷ്മിന്റെ ഇടയ്ക്ക് കൂടെ മാക്സിമം എന്താ പറയുന്നത് ഓരോന്ന് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റ് ഹാഷ്മിക്ക്
ഹാഷ്മിക്ക് കാര്യം മനസ്സിലായി. കാരണം ഫോൺ വരെ എടുത്തു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരെയുണ്ട്. ഇന്ന് ഫോൺ പരിശോധിക്കൂ. ഇവരുടെ കോൺവേഴ്സേഷൻസ്, ഇവർ ഈ സ്ത്രീകളൊക്കെ തമ്മിലുള്ള കോൺവേഴ്സേഷൻസിന്റെ ഈ പരാതിക്കാരികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടയ്ക്കൂടെ തന്നെ കട്ട് ചെയ്ത്, നമ്മളെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഇടയ്ക്കൂടെ കട്ട് ചെയ്ത് 1, 2, 3 ഇതൊക്കെ ഉള്ളു. കാരണം രാഹുലിനെതിരായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എടുത്ത് കാണിച്ചത്. മേളിലോട്ടുള്ള താഴോട്ടുള്ള എല്ലാം എഡിറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് കിട്ടിയത്. അത് മുഴുവൻ കിട്ടിയെങ്കിൽ മാത്രമാണ് നിജസ്ഥിതി നമുക്ക് മനസ്സിലാവുന്നത്. അത് രാഹുൽ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നെക്സ്റ്റ് ഒരു വോയിസിൽ ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് തന്നെ പറയുന്നത്. ഞാൻ അവരെ പറ്റി ഒരു റോങ് ഇന്റൻഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന മൊത്തം എന്താ കേൾക്കാത്ത. ഷഹനാസിനെ ദുബായിലേക്ക് വിളിക്കുന്നത് മാഗ്മത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ അപ്പോൾ ഷഹനാസ് ദുബായിലേക്ക് വിളിക്കുന്നത് ഏതോ ഒരു പബ്ലിക്കേഷൻ, ഷഹനാസിന് പാർട്ണർഷിപ്പുള്ള ഏതോ ഒരു പബ്ലിക്കേഷന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ബുക്ക് പബ്ലിഷിംഗിലാണ്. എന്റെ ചോദ്യം, 2020 മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട സംഭവം അവർ പറയുന്നത്? കർഷക സമരം ആ സമയത്താണല്ലോ. ആ ആളെ 2024 എന്തിനാ മാഗ്മത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? എന്നെ പരാതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഷഹനാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ ഏതോ ഒരു ഭാരവാഹി, മഹിളാ കോൺഗ്രസിന്റെ ഏതോ ഒരു ഭാരവാഹി ആകുന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഈ സ്ത്രീയെ കണ്ടത്. ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന ഒരു സ്ത്രീ, 10, 20, 22 വയസ്സൊക്കെ ഉള്ള മകളൊക്കെ ഉള്ള സ്ത്രീയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണവുമായി വന്നത് എന്നാണ് 2020 കർഷക സമരത്തിൽ പങ്കെടുക്കാനായിട്ട് രാഹുൽ ഡൽഹിയിൽ പോകാൻ നേരത്തെ ഡൽഹിയിലേക്ക് പോകാൻ രാഹുൽ അവരെ കൂടെ ക്ഷണിച്ചു എന്നുള്ളതാണ് പറഞ്ഞ ആരോപണം. അപ്പോൾ അവരൊരു ചുട്ട മറുപടി കൊടുത്തു എന്ന് പറയുന്നത്. ഈ ചുട്ട മറുപടി ഒന്ന് കാണിക്കൂ. അവർ പറഞ്ഞ മറുപടിയും അവർ വിളിച്ച കാര്യങ്ങളും എല്ലാം അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ചാറ്റിങ്, ഇതെല്ലാം ഒന്ന് കാണിക്കൂ, അല്ലെങ്കിൽ ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ കള്ളമായിരിക്കും, അവർ കള്ളം പറഞ്ഞു എന്നാണോ? അവർക്ക് എന്താ കള്ളം പറഞ്ഞാൽ പറ്റൂലേ? അവരെന്താ ഹാഷ്മി എടുത്ത് ബൈബിളോ അല്ലെങ്കിൽ ഖുറാനോ എടുത്തു വെച്ച്, അല്ലെങ്കിൽ രാമായണോ മഹാഭാരതം എടുത്തു വെച്ചിട്ട് പ്രതിജ്ഞ ചെയ്തു? അല്ലെങ്കിൽ കോടതിയുടെ ഒരു ബുക്ക് ഉണ്ടല്ലോ, കോടതി നിയമ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ തൊട്ടിട്ടാണ് പറയുന്നത്, പ്രതിജ്ഞ ചെയ്തിട്ടാണ് നമ്മൾ സത്യം മാത്രമേ ബോധിപ്പിക്കൂ, അങ്ങനെ വല്ലതും പറഞ്ഞു. എന്നിട്ട് പോലും കോടതികളിൽ മുഴുവൻ കള്ളം പറയുന്നു. അപ്പോഴേ ഹാഷ്മി ചോദിക്കുന്നത് അവരെന്താ കള്ളം പറയുന്നത്? അപ്പൊ എന്താ അവർക്ക് കള്ളം പറയാൻ പറ്റില്ല? അവർ കള്ളമാണ്, പച്ച കള്ളമാണ് പറഞ്ഞത്. ഇതിലൊന്നും മനസ്സിലാവത്തില്ലേ? ഇന്നാ ഹാഷ്മി എന്റെ ഫോൺ പരിശോധിച്ചോ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ഇതിനപ്പുറം എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക? ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക? ഏതൊരു പെണ്ണുങ്ങളും വന്ന്, ഏതൊരു സ്ത്രീയും വന്ന് അവർക്ക് വായി തോന്നുന്ന എന്തും പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കുറെ മാധ്യമങ്ങൾ. ആ ഒരു പരാതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പരാതി എടുക്കാൻ ഒരു പോലീസ്. നമ്മുടെ ടാക്സ് കൊണ്ട്, നമ്മുടെ കാശ് കൊണ്ട്, നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് ശമ്പളം വാങ്ങിച്ച് തിന്നുന്ന കാക്കിയിട്ട കുറെ പറഞ്ഞാൽ കൂടിപ്പോവും. ഈ കാക്കിയിട്ട ഈ പോലീസുകാരല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പോലീസുകാർക്ക് വേറെ എവിടുന്നെങ്കിലും ആണോ കൊടുക്കുന്നത്? നമ്മളെ നികുതി പണം, നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും ചെറിയ കാര്യത്തിന് GST, മറ്റേത് മറിച്ചേത്, പലതരത്തിലുള്ള ഒരു വണ്ടി ഓടിക്കാനോ അതിന് ടാക്സ്, റോഡിൽ കൂടെ നമ്മൾ പോണേന് ടാക്സ്, ഒരു വീട് കെട്ടാൻ നമ്മളെ കാശ് മുടക്കി വീട് കെട്ടിയാൽ അതിന് ടാക്സ്, എന്തിന് പറയുന്ന ഒരു കടുക് വാങ്ങിക്കണമെങ്കിൽ പോലും ടാക്സ് അടയ്ക്കുന്ന, നമ്മുടെ ടാക്സ്, നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന ഇവര് നമ്മളെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഇരുത്തിരിക്കുന്നത്. അല്ലാണ്ട് കാക്കിയിട്ടുകൊണ്ട് മറ്റേ പണി ചെയ്ത് കൊടുക്കലല്ലേ ഉമ്മാരെ പണി. അപ്പൊ ഇത് ചെയ്തു കൊടുക്കുന്നതാണിത്. കാരണം ഏതെങ്കിലും വന്ന് ഒരു പരാതി ഉന്നയിച്ചാൽ, അല്ലെ ആരോപണം ഉന്നയിച്ചാൽ ഉടനെ അതുമായിട്ട് ചാടി പുറപ്പെടുന്ന കുറെ മഞ്ഞ പത്രക്കാരന്മാര്, മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം ഞാൻ ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അതിൻ്റെ ഒരു സങ്കടം കൊണ്ടാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലേക്കൂടെ വന്ന ഒരു ജേർണലിസ്റ്റ് ആവാൻ ഒരു ഡിപ്ലോമ കോഴ്സ്, നമുക്കൊരു ജേർണലിസ്റ്റ് ആവാൻ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം പ്രസ് ക്ലബ്ബിൽ നിന്ന് ഓൾറെഡി സാർ എന്നോട് പറഞ്ഞു ചേരാനൊക്കെയാണ്. പക്ഷേ ഞാൻ ഇനി ചേരാനിരിക്കുക ജേർണലിസം. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധമായ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് അറിയിക്കുക. വളരെ സത്യസന്ധമായിരിക്കണം, ട്രാൻസ്പെറന്റ് ആയിരിക്കണം.
വിശ്വാസമാണ് പ്രധാനം, അല്ലേ? ഇത് ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ആരാണ് ഇതിന് ഉത്തരവാദിത്തം പറയുക? ഒരാളിനെ നമ്മൾ കൊല്ലാതെ കൊല്ലുമല്ലേ ചെയ്യുന്നത്, വെട്ടി വെട്ടി കഷ്ടമാക്കി TP ചന്ദ്രശേഖരനെ കൊന്നതിനെയും കൂടി കഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയെ തേജോവധം ചെയ്യല്ലേ ചെയ്യുന്നത്, അവന് മാത്രമാണ്, അവൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ. അപ്പോൾ അത് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതെല്ലാം പറയണം. ഇപ്പം പിന്നെ ഈ ഹാഷ്മി ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേക്ക് കുറേ എന്താ പറയുക, അന്തം കമ്മി വിവരമില്ലാത്തവർ, കാരണം ഞാനൊരു സഖാവിൻ്റെ മകളാണ്, അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാം, അന്തം കമ്മി വിവരമില്ലാത്തവന്മാർ വന്നിരുന്ന് പിന്നെ കുറേ ഞാനൊരു RS എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ RSSൻ്റെ ഒരു വലിയ പ്രവർത്തകൻ മാത്രമല്ല RSSൻ്റെ ഭാരവാഹി. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റണില്ല, നമ്മൾ എന്തറിഞ്ഞുകൊണ്ടാണ് നാളെ നിനക്കും വരാം, മറ്റവനും വരാം, ആർക്കും വരാം, പെണ്ണുരുപ്പെട്ടാലോ എന്തുവെന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ഏത് പുരുഷന്മാരെയും ഏത് തരത്തിലും ദ്രോഹിക്കാം, അല്ലെ ഏത് തരത്തിലും ഇതേപോലെയുള്ള പിന്നെ കപട പരാതികൾ കൊടുക്കാം, കള്ള പരാതികൾ കൊടുത്തിട്ട് ഏതവനെയും ജയിലിൽ അടയ്ക്കാം. അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുന്ന ഒരു വലിയ കാര്യമല്ല, ജയിലിൽ കിടക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് ജയിലിൽ കിടക്കുന്ന ഒരു പുത്തിരിയല്ല. പക്ഷെ എങ്ങനെയാണ് ഒരാൾ ജയിലിൽ പോണത്, ഏതിന്റെ ബലത്തിലാണ്? ഇവര് സ്വാതന്ത്ര്യ സമരമൊന്നുമല്ല, ഇതേ കണക്ക് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ ജയിലിൽ കിടത്തുക, അവരെ നാറ്റിച്ചവരെ സമൂഹത്തിൽ അവരെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുക, ഇതല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നാളെ BJP ആൺപിള്ളേർക്കും പറ്റും, CPMന്റെ പുരുഷന്മാർക്കും പറ്റും, പിന്നെ മറ്റുള്ള കോൺഗ്രസിലെ മറ്റുള്ള നേതാക്കന്മാർക്കും പറ്റും, ആർക്ക് വേണമെങ്കിലും സംഭവിക്കും. അപ്പം അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമല്ല. ഒരു ചെറുപ്പക്കാരൻ ഒരു പുരുഷനെതിരെ, ഇതെല്ലാം കല്യാണം കഴിച്ച സ്ത്രീകളാണ്. രണ്ടാമത്തെ പരാതിയെക്കുറിച്ചും ഒക്കെ രാഹുൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അറസ്റ്റ് നിങ്ങൾ കേസിന്റെ മെറിറ്റെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ അറസ്റ്റിനകത്തൊന്നും ഒരു പൊളിറ്റിക്സും ഇല്ലെന്നാണോ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ എത്രയോ രാഷ്ട്രീയവും അല്ലാത്തതുമായിട്ടുള്ള വ്യക്തികൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരോപിക്കുന്നപ്പോൾ ഒരു ക്രൈമും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എന്റെ പോയിന്റ്. പക്ഷെ ഞാൻ എന്റെ അമ്മയുടെ കണ്ണീര് കണ്ടു വളർന്ന ഒരാളാണ്. എനിക്ക് സ്ത്രീകളെ നന്നായി ബഹുമാനിക്കുന്നതിനെ പറ്റി നല്ല ബോധ്യമുള്ള ഒരാളാണ്. എനിക്ക് എന്റെ അമ്മയുടെ കണ്ണീര് കണ്ട ഒരാളെന്ന നിലയിൽ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ലോകത്തിലെ ഏത് സ്ത്രീ കരഞ്ഞാലും അത് സത്യമാണ്. എല്ലാ സ്ത്രീകളും കരയുന്നത് അങ്ങനെ സത്യമല്ലാന്ന് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ഞാൻ കിടക്കുന്നില്ല, അത് ഞാൻ അങ്ങോട്ട് പറയാം. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സമയത്ത് തന്നെയാണ് PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ കേസ് വരുന്നത്. ഇതേ സമയത്ത് തന്നെയാണ്. ഞാൻ മാട്ടക്കൂട്ടരല്ല പറയുന്നുണ്ട്, ഞാനൊരു സാങ്കേതികത്വം മാത്രം പറയാം, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞാണ്. ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ട സമയത്ത് തന്നെയാണ് PT കുഞ്ഞുമുഹമ്മദ് MLA സ്ത്രീപീഡന പരാതി വരുന്നത്. അത് 12 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയോളം പൂർത്തിവെച്ച മഹാനാണ്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അല്ലെ അതിജീവിതമാർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പൊ ഇതിനകത്തല്ലേ പൊളിറ്റിക്സ്? ഈ പൊളിറ്റിക്സ് ഇല്ല. കുറെ അവളുമാരുടെ പരാതികൾ കേട്ട് കുറെ സ്ത്രീകൾ പരാതി കൊടുത്തപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കുറെ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ എന്താ പറയണ, നമ്മുടെ മാധ്യമങ്ങൾ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ, ആഘോഷിച്ചപ്പോൾ അന്തം കമ്മി സഹാക്കന്മാരും കുറെ BJPയിലെ വിവരമില്ലാത്ത കുറെ ആമ്പിള്ളാരും എന്നേ എനിക്ക് പറയാൻ പറ്റൂ. BJP എന്ന് പറയാൻ പറ്റില്ല, യുവമോർച്ചയിലെ കുറെ വിവരമില്ലാത്ത ആമ്പിള്ളാരും ചേർന്ന് ഇതിനൊക്കെ പ്രതികരിച്ചപ്പോൾ, ബഹളമുണ്ടാക്കിയപ്പോൾ, ഈ മറ്റുള്ള കാര്യങ്ങൾക്ക് എന്താണ് ഇവർ ബഹളം ഉണ്ടാക്കാഞ്ഞത്? ഒരു MLA 10 വർഷമായിട്ട് MLA ആയിട്ട് ഇരിക്കുന്ന PT കുഞ്ഞുമുഹമ്മദ് ഈ ഒരു പീഡന പരാതി കുഞ്ഞുമുഹമ്മദിനെതിരെ ഒരു സ്ത്രീ, അതും ഒരു ബിസിനസ്, ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ആ ഒരു കാര്യം സംസാരിക്കാൻ വന്ന സമയത്ത് അവരെ പീഡിപ്പിച്ചു എന്നുള്ള പീഡന പരാതി വന്നപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് എടുത്തു വെച്ച് ഒളിച്ചു വെച്ചത്? അത് എന്തുകൊണ്ടാണ്? അതിന് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഓടിച്ചിട്ട് പിടിക്കാൻ SIT ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘത്തെയൊക്കെ നിയോഗിച്ച കണക്ക് എന്തുകൊണ്ടാണ് നിയോഗിക്കാഞ്ഞത്? ഒരു പീഡന പരാതി അങ്ങോട്ട് വന്ന ഉടനെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ അങ്ങോട്ട് പ്രഖ്യാപിച്ച്
എന്തുവാ ഇത്? നാട്ടിൽ എത്രയെല്ലാം പീഡനങ്ങളാണ് ഇവിടെ പരാതികൾ കൊടുത്തിട്ട് ഒന്നും ആവാതെ നടക്കുന്നത്. ഓരോ പെൺകുട്ടികൾ ഇപ്പൊ യൂട്യൂബിലിരിക്കുന്ന, ഇപ്പൊ എന്റെ ഈ മുഖം മതി, ഞാനൊരു തുണിയും ഇല്ലാത്ത രീതിയിൽ മോർഫ് ചെയ്തിട്ട് പ്രചരിപ്പിക്കുവാണ്. നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെതിരെ എത്രയോ സൈബർ കേസ് കൊടുത്ത് എത്രയോ പെൺപിള്ളാരുണ്ട് ഇവിടെ. നമ്മുടെ പിന്നെ എന്താ പറയണേ, എല്ലാ കുട്ടി ഉണ്ടല്ലോ, അങ്ങ് മറന്നുപോയി. ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, എന്താ അതിൻ്റെ കാറിലൊക്കെ ഇരുന്ന് എപ്പോഴും സംസാരിക്കുന്നതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. അത് ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ ആയിരുന്നു. അതിൻ്റെ ചിത്രവും ഇങ്ങനെ മോർഫ് ചെയ്ത് പ്രശ്നങ്ങളാക്കി അതിനെ വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി കൊടുത്തു. എന്നിട്ട് ആ പരാതി എന്ത് ചെയ്യും? അപ്പം പിന്നെ വേടൻ 2-3 പെൺപിള്ളാരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കൊടുത്ത പരാതി എവിടെ? അപ്പം ഇങ്ങനെയുള്ള പരാതികളെല്ലാം പൂർത്തി വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിന് ഇറങ്ങിയത്. എന്നിട്ട് പറയുന്നത് രാഷ്ട്രീയമില്ല. ഇത് കേൾക്കുന്ന ഞങ്ങൾ ചോറല്ലേ തിന്നുന്നത്? വിവരമില്ലാത്ത കുറേ എണ്ണം. അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തൊരു പ്രധാനപ്പെട്ട പരാതിയിൽ വന്നിട്ടില്ല, വാർത്തയായിരുന്നു. എനിക്ക് ഫ്ലാറ്റ് വാങ്ങി തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ആ കൺവെർസേഷൻ്റെ നിങ്ങൾ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിന്റെ 5 മെസ്സേജുകൾ മുകളിലോട്ടും 5 മെസ്സേജുകൾ താഴോട്ടും പുറത്തുവിടാൻ തയ്യാറുണ്ടോ? എന്താണോ അത്? ഞാൻ അതന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഇവര് മാധ്യമങ്ങൾ പുറത്ത് വിട്ട കോൺവേഴ്സേഷൻ, ഇവര് തമ്മിലുള്ള കോൺവേഴ്സേഷന്റെ മുകളിലോട്ടുള്ള മെസ്സേജുകളും താഴോട്ടുള്ള മെസ്സേജുകളും പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. കാരണം അതിനകത്തിരിക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ്. എന്താണ് പുറത്തുവിട്ട് കഴിയുമ്പോൾ മനസ്സിലാകുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, അവരുടെ പരാതിയിൽ തന്നെ പറയുന്ന വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന അവരുടെ തന്നെ അലിഗേഷൻ ഇല്ലാതെയായി പോകും ആ താഴോട്ടുള്ള കൺവെർസേഷൻ കിട്ടാൻ. അപ്പൊ എനിക്ക് പാലക്കാട്ട് ഒരു പ്രധാനപ്പെട്ട ബിൽഡർ ഡിസ്കൗണ്ട് റേറ്റിൽ ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിന്റെ ഡീറ്റെയിൽസ് വന്നു. ഞാൻ ഇവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് തന്ന പ്രൈസാണ്, നിങ്ങൾ എന്നെ അറിയാമോ, നിങ്ങളൊന്ന് അവരോട് അന്വേഷിക്കൂ, ഇതിന്റെ പ്രൈസ് ഒന്ന് അന്വേഷിക്കൂ എന്ന് ചോദിച്ചു. അങ്ങനെ അവരോട് ഫ്ലാറ്റിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അപ്പൊ അവരോട് ചോദിച്ചു 2 BHK മതിയോ? ഞാൻ പറഞ്ഞു പോരാ, 3 BHK വേണം. കാരണം എന്താ, ഞാൻ ലോൺ എടുത്ത് ഞാൻ എന്റെ പണം മുടക്കിയിട്ട് വാങ്ങാൻ പോകുന്ന ഫ്ലാറ്റാണ്, അവര് വാങ്ങി തരുന്ന ഫ്ലാറ്റ് അല്ല. എങ്ങനെയുണ്ട്? ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കാൻ ഞാൻ ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് ഫ്ലാറ്റ് വാങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പിന്നെ 2 ബെഡ്റൂം മതിയോ എന്ന് ചോദിച്ചപ്പോൾ 3 ബെഡ്റൂം 3 BHK ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തുവായിരുന്നു? അതാണ് രാഹുൽ പറയുന്നത്. മുകളിലുള്ള ചാറ്റും താഴെയുള്ള ചാറ്റും. ഒരു ബിൽഡിംഗ് ഓണർ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരാള്, ഒരു പിന്നെ എഞ്ചിനീയർ ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ ഫ്ലാറ്റിനെ കുറിച്ച് സംസാരിച്ചു. അയാൾ ആ ഫ്ലാറ്റിന്റെ ഒരു പിക്സ് അയച്ചു കൊടുത്തു. അത് ഈ സ്ത്രീക്ക്, ഈ മൂന്നാം പരാതിക്കാരിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. സോഷ്യൽ മീഡിയ വഴി മൂന്നാം പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ചെന്ന് കണ്ടെത്തി പിന്നെ റിക്വസ്റ്റ് അയച്ചു, മെസ്സേജ് ചെയ്തു. അങ്ങനെയാണ് സൗഹൃദം ഉണ്ടായെന്നറിയാല. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പോയി കണ്ടെത്തിയതല്ലല്ലോ. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ കണ്ടെത്തിയിട്ട് ആ ഫ്ലാറ്റ് എങ്ങനെയുണ്ട്? കാരണം ഈ സ്ത്രീക്ക് ഈ ഒരാൾക്കാരെ അറിയാം, ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്ന ആൾക്കാരുമായിട്ട് പരിചയം ഉണ്ടായതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലാറ്റിന് ഇത്ര രൂപയുണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവര് ഫ്ലാറ്റിലായിരിക്കുമല്ലോ താമസിക്കുന്നത്, അപ്പൊ ഇവർക്കുള്ള അറിവ് അനുസരിച്ച് ഇത് നല്ലതാണോ കൊള്ളാമോ എന്ന് ചോദിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതിനുശേഷം അതിന്റെ ചാറ്റുകളാണ് ഹാഷ്മിക്ക് കൊടുക്കാം, പുറത്തേക്ക് ഞാൻ വിടും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലാറ്റ് 2 BHK മതിയോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ രാഹുൽ പറഞ്ഞു 3 BHK ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞെന്ന്. അപ്പോൾ കാരണം ഞാൻ ലോൺ എടുത്ത് വാങ്ങിക്കാൻ, പാലക്കാട് ഞാൻ ലോൺ എടുത്ത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലാറ്റിന് എത്ര ബെഡ്റൂം വേണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതിന്റെ ബാക്കി രാഹുൽ തന്നെ പറയുന്നുണ്ട്. ഇവർ അതിന്റെ താഴോട്ട് അവരുടെ ചാറ്റ് ഉണ്ട്. ശരിയാണ്, നീ കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് ഭാര്യയും മക്കളുമായിട്ട് താമസിക്കാനായിട്ട് 3 BHK ഫ്ലാറ്റ് ആണ് നല്ലത് എന്ന്. നോക്കണേ, ഒരു സ്റ്റോറി, ഒരു തിരക്കഥ. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങേയറ്റത്തെ തിരക്കഥയിൽ ഒരു ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒരു മനുഷ്യനെ തേജോവധം ചെയ്ത് ഇതിനെയൊക്കെ തന്തയില്ലായ്മയെന്നല്ലേ പറയാൻ പറ്റൂ നമുക്ക്. അടുത്ത മെസ്സേജ്, താഴോട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ പിന്നീട് പോകുമ്പോൾ പറയുന്നത്, ശരിയാ, നീ കല്യാണം കഴിച്ചു ഭാര്യയും കുട്ടികളൊക്കെ ആയി ജീവിക്കുമ്പോൾ 3 BHK വേണമല്ലോ എന്നുള്ളതാണ് അടുത്തത്. ആ മെസ്സേജ് കൂടെ പുറത്തുവിട്ട് കഴിഞ്ഞുള്ള കുഴപ്പം, പിന്നെ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കില്ല, ഫ്ലാറ്റ് വാങ്ങണം എന്നുള്ള ആരോപണം നിലനിൽക്കില്ല. ഇനി മൂന്നാമത്തെ പരാതിക്കാരി,
എനിക്ക് പണം ഞാൻ ആവശ്യപ്പെട്ടു, ഞാൻ ഒരു കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഷൂ വാങ്ങാൻ പറഞ്ഞു, സൺസ്ക്രീൻ, ലോഷൻ, അത് പരാതിക്കാരി ആയതുകൊണ്ട് ഞാൻ അങ്ങേ കാണിക്കുന്നത് പോലും നിയമപരമായി ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് കാണിക്കട്ടെ. ആ ചാറ്റ് മാത്രം കാണിക്കട്ടെ. സാമ്പത്തിക ചൂഷണം നടത്തി ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞു. ചെരുപ്പിന്റെ കാര്യം സത്യത്തിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ ആരോപണങ്ങളാണ്. അവരെനിക്കൊരു ചെരുപ്പിന്റെ ലിങ്ക് അയച്ചു തരും, ഇത് നിനക്ക് നന്നായി ചേരുന്നു പറയും. അപ്പൊ ഞാൻ ചോദിച്ചു ഏതാണ്? അപ്പൊ പറഞ്ഞു ബർക്കിൻ സ്റ്റോക്ക് ആണ്. അപ്പൊ എന്നിട്ട് എന്നോട് അവർ തന്നെ പറയുകയാണ് അത് അവിടെ അവൈലബിൾ അല്ല. ആ സംഭാഷണം അവിടെ സൗഹാർദ്ദപരമായിട്ട് അവസാനിച്ചു. ഞാൻ അവരോട് പിന്നൊരു ദിവസം ഞാൻ അവരോട് ചോദിച്ചു, നീ അന്ന് അയച്ചെന്ന ആ ലിങ്ക് എനിക്കൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു. അവരാ ലിങ്ക് അയച്ചു തന്നു. ഞാൻ ആ ചെരുപ്പ് വാങ്ങുകയും ചെയ്തു. എന്തൊരു ആരോപണമാണ് ഉന്നയിച്ചത്. അതും കേട്ടില്ലേ? നമ്മളോട് പറഞ്ഞ അവരെ സാമ്പത്തിക ചൂഷണം, ഇത് കേസിനകത്തുള്ളതാണ്. ഫിനാൻഷ്യൽ ആയിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, ചൂഷണം ചെയ്തു എന്നുള്ളത് പരാതിയിലുള്ളതാണ്. ഈ പരാതിയിൽ 1 രൂപ പോലും, രാഹുലിവിടെ പറയുന്നുണ്ട്, 1 രൂപ പോലും ഞാൻ വാങ്ങിച്ചു എന്നുള്ള ഒരൊറ്റ തെളിവ് അവർ കാണിക്കാമെങ്കിൽ കാണിക്കാൻ അവർക്ക് കഴിയുമോ? ഇതാണ് രാഹുൽ ചോദിച്ചിരിക്കുന്നത്. ചെരുപ്പ് വാങ്ങിച്ച കഥ ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ. ചെരുപ്പ് ഇന്ന ചെരുപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇത് നിനക്ക് നല്ലതാണ് എന്ന് പറഞ്ഞു, അവിടെ അത് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. ഈ ഒരു ചെരുപ്പ് നിനക്ക് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. നിനക്ക് എന്ത് പറയുന്നത്? ഒരു മര്യാദയ്ക്കിരുന്ന ഒരു ചെറുപ്പക്കാരനെ അങ്ങോട്ട് ചെന്ന് തോണ്ടി ഇളക്കി അവനെ കൊണ്ട് പ്രണയിച്ച് കൂടെ റൂം എടുത്ത് വെച്ച് കൂടെ കിടക്കാനായിട്ട് വിളിച്ച് കൂടെ കിടത്തിയിട്ട് പിന്നെ അവന് ഈ ഇവന്മാരുടെ യഥാർത്ഥ സ്വഭാവം അറിയുമ്പോഴായിരിക്കും അവനവൻ്റെ പാട്ടിന് പോയത്. ഇതന്നല്ലേ സംഭവിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരുത്തനെ ചാറ്റ് ചെയ്ത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തി ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് അവനുമായിട്ടെല്ലാ പരിപാടി എടുത്തതിന് ശേഷം നാളെ അവന് ചിലപ്പോൾ നമ്മളെ താല്പര്യമില്ല, അല്ലെങ്കിൽ അവന് വേറെ രീതിയിൽ അവൻ്റെ പോകണമായിരിക്കും. നമ്മൾ ചിലപ്പം കുടുംബമായിട്ട് താമസിക്കുന്നതുകൊണ്ട് പറ്റത്തില്ലായിരിക്കും, വിവാഹം കഴിഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല എന്ന സാഹചര്യം കാണുമ്പോൾ അവൻ ചിലപ്പോൾ അകരും, ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് അവന് തിരക്കായിരിക്കും. അപ്പോഴത്തേക്ക് വീണ്ടും അതിന് ഞാൻ വിളിക്കുമ്പോഴല്ല അവൻ വരണമെന്ന് പറഞ്ഞാൽ, അവനൊരു പ്രശസ്തനാണെങ്കിൽ ഞാൻ വിളിക്കുമ്പോഴല്ല അവന് വരണമെന്ന് പറഞ്ഞ് അവൻ വന്നില്ലെങ്കിൽ പീഡിപ്പിച്ചു. ഞാനീ വിളിച്ച് ബെഡ്റൂമിൽ കയറ്റിയതൊന്നും അവിടെ കഥയില്ല. അവൻ എന്നെ പീഡിപ്പിച്ചു. ചെവിക്കല്ല് ഞാൻ കരണം പുകയ്ക്കാ ചെയ്യേണ്ടത്. ഇതിനൊക്കെ ഈ യാഥാർത്ഥ്യമായിട്ട് എന്താ ബന്ധമുള്ളത്? ഞാൻ സാമ്പത്തിക ചൂഷണത്തെ പറ്റി ചോദിച്ചു. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഡിജിറ്റൽ ആണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. ഞാൻ അവരോട് ഇന്നത്തെ ദിവസം വരെ 1 രൂപ, ഒരുപാട് രൂപ വേണ്ട, 1 രൂപയെങ്കിലും ആവശ്യപ്പെടുത്തിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് പുറത്തുവിടാനുണ്ടോ? 3ാമത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ 1 രൂപയെങ്കിലും രാഹുൽ ആവശ്യപ്പെടുന്ന ഒരു മെസ്സേജ് എങ്കിലും പുറത്ത് വിടാൻ കഴിയുമോ എന്നുള്ളതാണ് രാഹുലിന്റെ ചോദ്യം. മറുപടി പറയണം. കാരണം ഈ ഒരു മനുഷ്യന് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറി നാണം കെടുത്തി ചെളിക്കുണ്ടിലോട്ട് തള്ളിയിട്ട ഇവളുമാരും മറുപടി പറയണം. ഇതിനെല്ലാം തിരിച്ച് മറുപടി പറയണം, അല്ലേ? കോടതി ഇത് കണ്ടെത്തുന്നതാണ്. പക്ഷെ അതുവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മൂർത്തമായ എന്ന് പറയുന്ന മൂർത്തമായ യാഥാർത്ഥ്യം ഈ പരാതികളാണ്. ആ പരാതികൾ ഗുരുതരമായ ആരോപണമാണ്. അല്ലെ, ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. അല്ല, ഇത് ഹാഷ്മി പറയുന്നത് ഇതങ്ങ് ഭയങ്കര പൊതുസമൂഹത്തിന് മുന്നിൽ മൂർത്തമായിട്ടുള്ള, പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇല്ല ഹാഷ്മി, അതാദ്യം മനസ്സിലാക്കുക. ഹാഷ്മി പറയുന്നത് തെറ്റാണ്. അന്തം കമ്മികളുടെയും കുറെ രാഷ്ട്രീയ എതിരാളികളുടെയും പിണറായി വിജയന്റെയും പോലീസിന്റെയും നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളുടെ ഇടയിൽ മാത്രമാണ്. പൊതുസമൂഹം ഞങ്ങളും കൂടി ചേർന്നതാണ്. ഞങ്ങൾക്കൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. ഞാൻ ചിലപ്പോൾ നാളെ BJP വോട്ട് ചെയ്യും, ചിലപ്പോൾ നാളെ CPM-ന്റെ സ്ഥാനാർത്ഥി പ്രശാന്തിന്, ഞാൻ VK പ്രശാന്തിന്റെ ഫാനാണ്, VK പ്രശാന്തിന് വോട്ട് ചെയ്യും. ചിലപ്പോൾ VK പ്രശാന്തിന് ഇഷ്ടപ്പെട്ട VK പ്രശാന്തിന് വോട്ട് ചെയ്യും. അതല്ല വേറൊരാളുടെ ഇവിടെ വരുന്ന BJP ചന്ദ്രശേഖരൻ നമ്മുടെ BJP-യുടെ പ്രസിഡന്റ് നിൽക്കുന്നെങ്കിൽ പുള്ളിക്ക് വോട്ട് ചെയ്യും. രാജേഷ് വോട്ട് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള പൊതുസമൂഹം, ഒരു രാഷ്ട്രീയ ചിന്താഗതിയും ഇല്ലാത്ത ഞങ്ങളെപ്പോലുള്ള പൊതുസമൂഹമാണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്നത്. അയാളുടെ പൊതുസമൂഹം മുഴുവൻ അയാളെ അമൂർത്തമായ എന്താ പറഞ്ഞ മിഥ്യയിൽ അങ്ങോട്ട് അയാൾ ഒരു കുറ്റവാളിയാണെന്ന് ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. അതന്നെ നിങ്ങളാണ് വിചാരിക്കുന്നത്. മാധ്യമങ്ങൾ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അത് തന്നെയാണ് രാഹുൽ പറയുന്നത്. എനിക്കെതിരെ ഗൂഢാലോചനയുണ്ട്, ശക്തമായ ഗൂഢാലോചനയുണ്ട്. ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഈ ഒരു വലിയ സംഘം, ആ സംഘത്തിനകത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ സംഘത്തിലൊരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകൃതമായിട്ടുള്ള കിങ് പിൻ പ്രവർത്തിക്കുന്നുണ്ട്. ആരാണ് പറയാം, ഒരു കിങ് പിൻ ഉണ്ട്. അതിന് താഴെ
ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് 4 പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ, ഒരു ജേർണലിസ്റ്റിന്റെ പാർട്ട്ണർ, കോൺഗ്രസിനകത്താണ് എന്ന് കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്രൈറ്റർ. അവരെന്നെ പറ്റി മാത്രമല്ല, വേറെ ഒരുപാട് പേരെ പറ്റി മോശം പറയും. ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് കടന്നുകൂടിയ ട്രൈറ്ററാണ് അവര്. പിന്നെ CPM-ന്റെ ചേർന്ന് നിൽക്കുന്ന, ഓരത്ത് ചേർന്ന് നിൽക്കുന്ന 2 പേർ, ഇവരുടെ ഒരു സംഘം. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് എന്നെ പറ്റി ഇങ്ങനെ കഥകൾ പറയണം. അയാളോട് മിസ്ബിഹേവ് ചെയ്തു, ഇയാളോട് മിസ്ബിഹേവ് ചെയ്തു, അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു. ശ്രീ ഹാഷ്മി ആരുടെ കാര്യം വേണമെങ്കിലും എന്നോട് പേഴ്സണലി ചോദിച്ചു. അപ്പം നമുക്ക് പേരുകളിലേക്ക് ട്രാക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തത് ആരുടെ കാര്യം വേണമെങ്കിലും ചോദിച്ചു. കണ്ടില്ലേ, എത്ര എത്ര കാര്യമായിട്ടാണ്, എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇതുവരെ രാഹുൽ സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അവർ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ അവരെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറയുന്നത്. ഞാൻ പറയാനുള്ളതെല്ലാം കോടതിയിൽ പറഞ്ഞു. ഞാൻ അടച്ചിട്ട കോടതി മുറിയിൽ വാദം വേണമെന്ന് പറഞ്ഞത് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുള്ള റെസ്പെക്റ്റ് നിലനിർത്തിക്കൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരിക്കലും ആരും അങ്ങനെ ചെയ്യില്ല. ഇനി ഈ വിചാരണ, ഇവരെല്ലാം കേസ് മുന്നോട്ട് കൊണ്ടുവന്ന് വിചാരണ സമയത്ത് ഈ സ്ത്രീകളെല്ലാം എന്തുമാത്രം വലിച്ചു കീറപ്പെടും ഇവരറിയുന്നില്ല. ഇവർ ചെല്ലുമ്പോൾ ഇവരാ കോടതി റൂമിൽ ചെല്ലാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവരെല്ലാം കോടതി റൂമിൽ പോയല്ലേ പറ്റൂ. ഇവരെല്ലാം വിചാരണ സമയത്ത് ഈ അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരികൾ, നോട്ട് അതിജീവിത എന്ന് ഞാൻ ഒരു പ്രാവശ്യം പോലും എനിക്ക് വാക്ക് അറിയാതെ വന്നു പോകുന്നതാണ്. അതിജീവിത എന്ന് പറഞ്ഞാൽ അതിജീവനം നടത്തുന്നവരാണ്. ജീവിക്കാൻ നിവർത്തിയില്ലാതെ നമുക്ക് ആപത്ത് വരുമ്പോഴായാലും നമുക്ക് എന്തെങ്കിലും ജീവിതത്തിന്റെ സ്ട്രഗിൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അതിജീവനത്തിന്റെ മാർഗത്തിൽ അതിജീവിക്കുമ്പോഴാണ് അവർ അതിജീവതയാവുന്നത്. ഇതേപോലെ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ കൊണ്ടുവന്ന് വല്ല ആമ്പിള്ളാരെയും വിളിച്ചു വരുത്തി ഹോട്ടലിൽ റൂം എടുത്ത്, ഫ്ലാറ്റിലും റൂം എടുത്ത്, അവിടെ റൂം എടുത്ത്, ഇവിടെ റൂം എടുത്ത്, ഹണി ട്രാപ്പിന് വേണ്ടി കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച്, പരാതികളും ഉന്നയിച്ചു, പകപോക്കന്റെ ഭാഗമായിട്ടും രാഷ്ട്രീയ പകപോക്കന്റെ ഭാഗമായിട്ടും പേഴ്സണൽ റിവെഞ്ചിന്റെ ഭാഗമായിട്ടൊക്കെ നിയമത്തിനെ നശിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിയമത്തിന്റെ പിൻബലമുണ്ട് എന്ന് വിചാരിച്ച് നിയമത്തിനെ ഇവര് എന്താ പറയണേ എനിക്കത് ജസ്റ്റിസ് നമ്മളിപ്പോൾ ജെൻഡറിനെ വെച്ചിട്ടല്ല. ജസ്റ്റിസ് എന്ന് പറയുന്നത് എല്ലാ ജെൻഡറിനും ഒരുപോലെയാണ്. ജസ്റ്റിസ് ഒരു ജെൻഡറിന് വേണ്ടിയിട്ടല്ല. ഫീമെയിൽ ജെൻഡർ ഫെമിനിസം ഫീമെയിൽ ജെൻഡറിന് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ജസ്റ്റിസ്. ഇതിപ്പോൾ റോങ് ജസ്റ്റിസ് ആണ്. ഇവിടെ റോങ് ഇമോഷൻസ് കാണിച്ചുകൊണ്ട് ജസ്റ്റിസ് വേണമെന്ന് വെറുതെ വാദിക്കുവാണ്. പുരുഷന് ജസ്റ്റിസ് വേണ്ടേ? പുരുഷൻ എന്ന് പറയുന്നത് മോശം ആൾക്കാരാണ്. ഈ പുരുഷന്മാരല്ലെങ്കിൽ അയാൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരാളിനെ പോലും അവരുടെ അനുവാദമില്ലാതെ ഞാനൊരു ഷെയ്ക്കാൻഡ് പോലും, ബാഡ് ടച്ച് പോയിട്ട് ഒരു ഷെയ്ക്കാൻഡ് പോലും ചെയ്തിട്ടില്ല. ഒരു സ്ത്രീയെ പോലും അവരുടെ അനുവാദമില്ലാതെ ഒരു ഷെയ്ക്കാൻഡ് പോലും ചെയ്തിട്ടില്ല എന്നൊരാൾ പറയാണ്. നട്ടലുള്ള ഇവളുമാര് വന്നിരുന്ന് പറയട്ടെ. ഇവളുമാര് മുഖം മറച്ച് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവല്ലേ? നട്ടലുണ്ടെങ്കിൽ വന്നിരുന്ന് നേരിട്ട് മുഖം കാണിച്ച് പറ. ഇന്നിപ്പോ 1-ാം പരാതിക്കാരി ഏതാണ്ടൊക്കെ വീണ്ടും ന്യൂസ് 18-നകത്ത് ഒരു വോയിസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ദീപ ജോസഫിന്റെ പുറകെ സുപ്രീം കോടതിയിലേക്ക് തള്ളിയിട്ടുണ്ട്. അവിടെ പോയിട്ട് തടസ്സ ഹർജി കൊടുത്ത് വിവാഹിതയായ ഒരു സ്ത്രീയാണ്. ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തിയും പാലക്കാട് അവൾ വിളിക്കുന്നിടത്തും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇതെല്ലാം പരിപാടികളെല്ലാം കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. കോടതികളെല്ലാം അതിനെക്കുറിച്ച് ഇപ്പം ജസ്റ്റിസ് കൗസർ ഹൈക്കോടതിയിൽ പരാമർശിച്ചു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ബലാത്സംഗമാകുന്നതെന്ന് വിധിന്യായം ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ജാമ്യാപേക്ഷ വാദം കേട്ടു എല്ലാം കഴിഞ്ഞിട്ട് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ട് കഴിഞ്ഞു. ഇത് എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത്? കാരണം ഇതിന്റെ ഫുൾ ചാറ്റ് കോടതിയിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾക്കൊക്കെ കിട്ടുന്ന ഒരു സൈഡിന്റെ ഒരു ഇത്തിരിയുള്ളൊരു ചാറ്റാണ് ഇത്. ഫുൾ ചാറ്റ് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ കോടതിക്കാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടും, കാരണം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ വന്നിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നില്ല എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഒരു വിഷയമായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് വന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അദ്ദേഹം പാലക്കാട് MLA തന്നെയാണ്. അദ്ദേഹം നിയമസഭയിൽ എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം തലകുനിച്ച് പോകേണ്ട ഒരാളല്ല. അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ച് നട്ടൽ നിവർത്തി തന്നെ പോകാം. അദ്ദേഹം ഒരു നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരു മകനാണ്. അതിന്റെ ഒരു വാക്ക് ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടു. എനിക്കുള്ള ചുമതല കോൺഗ്രസ് പാർട്ടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുമോ എന്ന ഹാഷ്മിയുടെ ചോദ്യത്തിന് രാഹുൽ ഒരു ആൻസർ പറഞ്ഞു.
അത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന്. അപ്പോൾ ഉടനെ ഹാഷ്മി ഒരു കളിയാക്കിക്കൊണ്ടൊരു ചോദ്യം ചോദിച്ചു, രാഹുൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ലല്ലോ എന്ന്. രാഹുൽ കോൺഗ്രസ്സുകാരനല്ല എന്ന് ഹാഷ്മിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാനൊരു പാർട്ടിക്കാരിയുമല്ല, ഞാൻ ചിലപ്പോൾ BJP കാരിയായിരിക്കും. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ BJP ഉണ്ടെങ്കിൽ ഞാൻ BJP കാരിയാണ്, എൻ്റെ മനസ്സിൽ CPM ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, എൻ്റെ മനസ്സിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഏത് പാർട്ടിയിൽ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കണം, ഞാൻ ഏത് രാഷ്ട്രീയക്കാരി എന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി രാഹുലിനെ പുറത്താക്കിയെന്ന് വിചാരിച്ച് രാഹുൽ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരനാവാതിരിക്കുന്നത്? അപ്പൊ രാഹുൽ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, കോൺഗ്രസ് പാർട്ടി ഞാൻ ജീവിതകാലം മുഴുവൻ പുറത്തു നിൽക്കാനുള്ള ചുമതലയാണ് എനിക്ക് തരുന്നെങ്കിൽ, അതും ഒരു ചുമതല പോലെയാണ് പറഞ്ഞത്. എനിക്കത് ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ക്വാളിറ്റിയൊക്കെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ആ ക്വാളിറ്റി കൃത്യമായ ക്വാളിറ്റിയാണ്. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പാർട്ടി ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ഇവന്മാർ എത്ര നെറികെട്ടവന്മാരാലും എത്ര അടിച്ച് പുറത്താക്കിയാലും നമുക്ക് ആ രക്തം അങ്ങോട്ട് അത് മാറ്റാൻ പറ്റില്ല. അതിനാണ് പറയുന്നത് അന്തം കമ്മിയെന്ന്. കാരണം സഹാക്കന്മാരുടെ രക്തത്തിൽ അങ്ങനെ ഉണ്ട് കേട്ടോ ഉള്ളത്. കാരണം എൻ്റെ മൂത്ത 2 ആങ്ങളമാരും ഭയങ്കര CPM കാരാണ്. എനിക്ക് 5 ബ്രദേഴ്സാണ്. മൂത്ത 2 ആങ്ങളമാർ CPM മാരാണ്. ഇടയ്ക്ക് 2 പേര്, ഏറ്റവും 3 പേരും വന്നത്. ഒരാൾ കോൺഗ്രസ് ആണ്, ഒരാൾ BJP ആണ്, RSS ആണ്, ബാക്കിയുള്ള 2 പേരും CPM കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുടുംബത്തിലായതുകൊണ്ടാണ് എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത്. നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഉമാർ എന്ത് നെറികേട് കാണിച്ചാലും നമുക്കത് മാറാൻ പറ്റില്ല. അതാണ് ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ മാറി നിൽക്കും, പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കും, പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു പാർട്ടി ഉണ്ടല്ലോ, അവരത് രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നതാണ് കാണാം. അതിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റില്ല. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറഞ്ഞത്. എന്നെ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ജീവിതകാലം മുഴുവൻ പുറത്തു നിൽക്കാനാണെങ്കിൽ ഞാനത് സന്തോഷത്തോടു കൂടി നിർവഹിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കോൺഗ്രസിലേക്ക് ചെന്നാൽ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമോ, അങ്ങനെ വരും എന്ന് അവർക്ക് തോന്നിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നീ പുറത്ത് നിൽക്കണം എന്നാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പുറത്ത് നിൽക്കും. ഞാൻ പുറത്ത് തന്നെ നിൽക്കും. അതാണ് എൻ്റെ ചുമതലയെങ്കിൽ അത് ഞാൻ നിർവഹിക്കും. എന്ത് രാഷ്ട്രീയം, എന്ത് നല്ല രാഷ്ട്രീയ മര്യാദയാണ്. ഇന്ന് ചാനൽ ചർച്ചയിൽ ഇരുന്ന് CPM-ന് വേണ്ടിയിട്ട് നമ്മുടെ റെജി ലൂക്കോസ്, അങ്ങനെ എത്രയോ ആൾക്കാർ CPM-ന് വേണ്ടി ഘോര വാദിച്ച ആൾക്കാർ നാളെ പോയിട്ട് BJP-ക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു. ഇന്നലെ വരെ ഒരു പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചവർ നാളെ അടുത്ത പാർട്ടിയിലാണ്. കാരണം അധികാരമോഹം. ഈ ഇതിനാണ് പറയുന്നത് അധികാരമോഹം. നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ കയറിയാൽ മതി. 50 വർഷക്കാലം KM മാണി എന്ന് പറയുന്ന ഒരു ലെജൻഡായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മകൻ പോയിട്ട് CPM-ൽ ചേർന്നു. ഇവരൊക്കെ ഇപ്പോൾ ചെറുപ്പകാലം മുതൽ പിടിച്ചു വെച്ച ഒരു രാഷ്ട്രീയം എന്തായിരുന്നു? ഇവരുടെയൊക്കെ മനസ്സിലുള്ള രാഷ്ട്രീയം എന്തായിരുന്നു? അധികാരത്തിന് വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തിന് അപ്പുറത്തേക്ക് ഇനി എന്തെന്ന് പറഞ്ഞാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കും. അതാണ് രാഷ്ട്രീയം, യഥാർത്ഥ രാഷ്ട്രീയം. അല്ലാണ്ട് അധികാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വരെ വിചാരിച്ച ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഭേദിച്ചുകൊണ്ട് അധികാര മോഹത്തിന് വേണ്ടി അപ്പുറത്തേക്ക് ചാടുന്നത് എങ്ങനെയാണ്? അതിന് മര്യാദയുള്ള ഒരു നന്മയുള്ള അല്ലെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ രാഷ്ട്രീയക്കാരനായിട്ട് നമുക്ക് കരുതാൻ പറ്റുമോ? ഒറ്റ തന്തയ്ക്ക് അല്ലെങ്കിൽ മര്യാദയ്ക്ക് നല്ല അച്ഛന് ജനിച്ച അല്ലെങ്കിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയക്കാരിയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു വാക്ക് ഈ കോൺഗ്രസ്സുകാരത് കേൾക്കണം. ഈ കോൺഗ്രസിന് പോയവരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് പോയവരും BJP-ന്ന് പോയവരും എല്ലാം കേൾക്കേണ്ട, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേൾക്കേണ്ട ഒരു സെന്റൻസ് ആണത്. ഞാൻ പുറത്താണെങ്കിൽ, എന്നെ പാർട്ടി ഏൽപ്പിച്ചിരുന്ന ചുമതല ഞാൻ പുറത്ത് നിൽക്കാനാണെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ കോൺഗ്രസ്സുകാരനായി പുറത്ത് നിൽക്കും എന്ന് പറയുകയാണ് ഒരു മനുഷ്യൻ. എന്നിട്ട് അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ. അവൻ എന്നുള്ളത് കൊണ്ട് നമ്മളൊരു സഹോദരൻ എന്നുള്ള തുല്യൻ എന്നുള്ള രീതിയിലാണ് അങ്ങനെ സംബോധന ചെയ്തത്. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഏറ്റവും വിഷമം ഈ പീഡന പരാതികളിനേക്കാൾ ഏറ്റവും എനിക്ക് സങ്കടമായി തോന്നിയത് എന്നെ പാർട്ടി പുറത്താക്കിയപ്പോഴാണ്. സത്യമായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ ജീവരക്തമായിട്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കുമ്പോൾ നമ്മളെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു കാരണം പോലും ചോദിക്കാതെ, ഞാൻ ഇന്നലെയും പറഞ്ഞാണ്, ഒരു കാരണം പോലും ചോദിക്കാതെ എന്താണ് റീസൺ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പോലും ചോദിക്കാതെ ഒരാളിനെ പിടിച്ച് പുറത്താക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സ് എന്തുമാത്രം തകർന്നു കാണും. അതുമാത്രം ഈ കോൺഗ്രസ്സിലെ ഓരോരുത്തരും വിചാരിച്ചാൽ മതി. ഈ നേതൃത്വം എന്ന് പറയുന്ന കുറേ നേതാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോയി. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ